പക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിലായ നെന്മണിക്കര മടവാക്കര സ്വദേശിയായ 46-കാരൻ തുടർ ചികിത്സയ്ക്കായി ഉദാരമതികളുടെ കാരുണ്യം തേടുന്നു. മടവാക്കര കളരിക്കൽ കൃഷ്ണൻകുട്ടിയുടെ മകനായ ലേജുവാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. കുഞ്ഞുനാളിൽ തന്നെ പോളിയോ ബാധിച്ച് ഇരുകാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട ലേജു തൻ്റെ പരിമിതികളെ മറികടന്ന് ജീവിതത്തോട് പൊരുതുകയായിരുന്നു. മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിറ്റ് കുടുംബം പുലർത്തിയിരുന്ന ലേജുവിനെ തലച്ചോറിലെ ഞരമ്പ് പൊട്ടിയതിനെ തുടർന്ന് പക്ഷാഘാതം തളർത്തുകയായിരുന്നു. ഇതിനുള്ള ചികിത്സ തുടരുന്നതിനിടയിലാണ് ഗുരുതരമായ കരൾ രോഗമുള്ളതായി കണ്ടെത്തിയത്. ഇതിനിടയിൽ കിഡ്നി സ്റ്റോൺ നീക്കം ചെയ്യുന്നതിനുള്ള 2 ശസ്ത്രക്രിയകളും ചെയ്യേണ്ടി വന്നു. തൃശൂർ ജൂബിലി മിഷൻ, സൺ ഹോസ്പിറ്റൽ, അമല ആശുപത്രികളിലായി മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവിട്ടു. 6 മാസമായി കിടപ്പിലാണ് ലേജു. വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമടങ്ങിയ കുടുംബത്തിന് ലേജുവിൻ്റെ തുടർ ചികിത്സയ്ക്കായി ചിലവുകൾ താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ കുടുംബത്തെ സഹായിക്കാൻ നെന്മണിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA സുരേഷ്, വാർഡ് മെമ്പർ MA ശ്രീനാഥ്, പൊതുപ്രവർത്തകനായ CK രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസുകൾക്ക് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആമ്പല്ലൂർ ശാഖയിൽ 40292101062052 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. IFSC KLGB 00402992 കൂടാതെ 9567012515 എന്ന GPay അക്കൗണ്ടിലേക്കും സഹായങ്ങൾ അയക്കാവുന്നതാണ്. നെന്മണിക്കര പഞ്ചായത്തിൽ 10-ാം വാർഡിൽ താമസിക്കുന്ന കളരിക്കൽ കൃഷ്ണൻകുട്ടി മകൻ ലേജു മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തിയായിരുന്നു. ജന്മന ചെറുപ്രായത്തിലെ തന്നെ പോളിയോ ബാധിച്ച് ഇരുകാലുകളുടെയും ശേഷി നഷ്ടപ്പെട്ടെങ്കിലും അത്തരം പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നു ലോട്ടറി കച്ചവടം നടത്തി. പക്ഷെ അതിനിടയിലാണ് അമിതമായിട്ടുള്ള പ്രഷറിൻ്റെ ഭാഗമായി തലയിലെ ഞരമ്പ് പൊട്ടി കിടപ്പിലായത്. 2-3 ആശുപത്രികളിലായി തുടർച്ചയായ ചികിത്സ 6 മാസമായി ഇപ്പോൾ കിടപ്പിലാണ്. ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് വേണ്ടി വന്നു. അതുകൊണ്ട് അച്ഛനും അമ്മയും, പ്രായമായ അച്ഛനും അമ്മയും പിന്നെ ഭാര്യയും 2 സ്കൂളിൽ പഠിക്കുന്ന മക്കളുമുള്ള ഒരു പാവപ്പെട്ട കുടുംബമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും ലക്ഷക്കണക്കിന് രൂപ ഉണ്ടെങ്കിലാണ് ലേജുവിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാ നല്ല മനസ്സുകളോടും കഴിയാവുന്ന നിങ്ങളുടെ പരമാവധി സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നെന്മണിക്കര പഞ്ചായത്ത് വാർഡ് 10 മടവാക്കര സ്വദേശിയായിട്ടുള്ള ലേജു എന്ന ഈ 46-കാരൻ ഇപ്പോൾ ഉദാരമതികളുടെ കാരുണ്യം തേടുകയാണ്. തൻ്റെ ജീവിത പ്രതിസന്ധികളെ, ശാരീരിക അവശതകളെ വകവയ്ക്കാതെ മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന ലേജുവിനെ രോഗദുരിതങ്ങൾ വിടാതെ പിന്തുടരുകയായിരുന്നു. ഇപ്പോൾ 2 ശസ്ത്രക്രിയ കഴിഞ്ഞ് പക്ഷാഘാതം വന്ന് കിടപ്പിലാണ് ലേജു. തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുകയാണ് ഇവരുടെ നിർധന കുടുംബം. ഈ കുടുംബത്തെ സഹായിക്കാൻ കാരുണ്യമതികൾ കൈകോർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ ചികിത്സാ സഹായ സമിതിയിലേക്ക് ഉദാരമതികളുടെ കാരുണ്യം തേടുകയാണ് ഈ കുടുംബം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.